വേറെ റിജു അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് പശുവിനെ തപ്പി പോടാൻ തോന്നാൻ കാരണം? അങ്ങനെ പോകാറുള്ളതാണോ? ഇല്ല, കറവയുള്ള പശുവാണ്, നല്ല കറവയുള്ള പശു. അപ്പൊ അവള് കറക്കാതിരുന്നാ ശരിയാവൂലല്ലോ. ഒരു ദിവസമായിട്ട് കാണാത്തോണ്ട് അങ്ങ് പോയി. പക്ഷെ നിങ്ങൾ അവിടെ പെട്ട് പശു വേഗം തിരിച്ചു വന്നല്ലേ? ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ, എന്നിട്ട് തെറ്റിപ്പോയോ? അത് നമുക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റാതെ വന്നു, റേഞ്ച് ഇല്ലാതെ വന്നു. ഒരു സെക്കൻഡ്, നിങ്ങളൊന്ന് വഴിയൊന്ന് തന്നെ. മൂന്നുപേരെയും മായ ജെയിനെയും പാറക്കുട്ടി കുഞ്ഞുമോനെയും ഡാർലി സ്റ്റീഫനെയും ഡോക്ടേഴ്സിനടുത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നടന്നു തന്നെയാണ് അവർ 6 കിലോമീറ്റർ ദൂരം നടന്നു തന്നെയാണ് ഉൾവനത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. നാട്ടുകാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സന്തോഷ നിമിഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാർലി സ്റ്റീഫന്റെ അമ്മയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവർക്ക് എത്രത്തോളം സന്തോഷം എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവരുടെ ആശങ്ക നീങ്ങുന്നു എന്നുള്ളത് സ്വാഭാവികമായും അവരുടെ പ്രതികരണത്തിലും ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട ആശങ്കയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 4:30 പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ കൂടി കഴിയാതിരുന്നതോടുകൂടിയാണ് ആശങ്ക കൂടിയത്. രാത്രി അവർ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. നാട്ടുകാരിൽ ചിലർ പ്രതികരിക്കുന്നത് ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. അവർ കാടിനെക്കുറിച്ച് അറിയാവുന്നവരാണ്, അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ അവരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അശ്വിൻ പാലാഴി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നാട്ടുകാരുടെ സന്തോഷം, അതിനുമപ്പുറം അവരെ കാത്തിരുന്ന, ആശങ്കയോടുകൂടി കാത്തിരുന്ന അവരുടെ ബന്ധുക്കളുടെ പ്രതികരണം.